നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ബംഗാളിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ അഴിഞ്ഞാട്ടം. വിവാദ പ്രസംഗത്തിൽ മമതാ ബാനർജിക്കെതിരെ ബിജെപി. മുനമ്പം വഖഫ് ഭൂമി കേസിലെ തുടർവാദം കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ. വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ചത് നരഹത്യ തന്നെ. ഭർത്താവ് സിറാജുദ്ദീൻ അറസ്റ്റിൽ. സംഭവത്തിൽ മുസ്ലിം പണ്ഡിതർ ഇടപെടണമെന്ന ഹിന്ദു ഐക്യവേദി. വീട്ടിലെ പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ആക്വിഷ് സംഘടനയുടെ ആസ്ഥാനം മലപ്പുറം. ആശമാരെ കൈയൊഴിഞ്ഞ തൊഴിൽ മന്ത്രിയും. ചെയ്യാവുന്നതിന്റെ പരമാവധി വിട്ടുവീഴ്ച ചെയ്തെന്ന് വി ശിവൻകുട്ടി. ആശമാരുടെ നിവേദനം കൈപ്പറ്റി, ഇതിനപ്പുറം വിട്ടുവീഴ്ച ചെയ്യാനില്ലെന്നും വിശദീകരണം. ഒരു വിഭാഗം ആശയുടെ നേതാക്കന്മാർ തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ എന്നെ വന്ന് കാണുകയും ഒത്തുതീർപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അവരുമായി സംസാരിച്ചു. അവർ നൽകിയ നിവേദനം കൈപ്പറ്റി ഒരു സൗഹാർദ്ദപരമായ ചർച്ചയാണ് നടന്നത്. RSS പ്രവർത്തകൻ പ്രമോദ് വധക്കേസിൽ പ്രതികളായ CPM പ്രവർത്തകർക്ക് ജീവപര്യന്തം തന്നെ. ശിക്ഷ ശരിവെച്ച ഹൈക്കോടതി. 10 പ്രതികളുടെയും അപ്പീൽ തള്ളി. കൊല്ലത്ത് ഡ്യൂട്ടിക്കിടയിൽ മദ്യപിച്ച പോലീസുകാരെ വളഞ്ഞ് നാട്ടുകാർ. മദ്യപിച്ചിറങ്ങിയ പോലീസുകാരുടെ പട്രോളിംഗ് വാഹനം തടഞ്ഞു. പരവൂരിൽ മദ്യലഹരിയിൽ മകനെ വെട്ടി പിതാവ്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ഭാരതത്തിൽ. ആദ്യ ഔദ്യോഗിക സന്ദർശനം. ഹംദാനെ സ്വീകരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച അല്പസമയത്തിനകം. ഷെയ്ഖ് ഹംദാന്റെ സന്ദർശനം നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം. തകർച്ചയിൽ നിന്ന് കരകയറി ഓഹരി വിപണി. സെൻസെക്സിലും നിഫ്റ്റിയിലും മുന്നേറ്റം. അമേരിക്ക ചൈന വ്യാപാര യുദ്ധം മുറുകുന്നു. നിലം പതിച്ച് ക്രൂഡ് ഓയിൽ വില. വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീനെതിരെ നരഹത്യാക്കുറ്റം ചുമത്തി. അറസ്റ്റിലായ സിറാജുദ്ദീനെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അസ്മയുടെ മൃതദേഹവുമായി പോയ സിറാജുദ്ദീനൊപ്പം ഉണ്ടായിരുന്നവരെയും ചോദ്യം ചെയ്യുമെന്ന് മലപ്പുറം SP R വിശ്വനാഥ് പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ചട്ടിപ്പറമ്പിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന വീട്ടിൽ അസ്മ പ്രസവിക്കുന്നതും 9 മണിയോടെ മരിക്കുന്നതും. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടെങ്കിലും സിറാജുദ്ദീൻ സമ്മതിച്ചില്ല. തുടർന്ന് രക്തസ്രാവത്തെ തുടർന്നായിരുന്നു മരണം. സംഭവത്തിൽ ഇന്നലെ വൈകിട്ടാണ് സിറാജുദ്ദീനെ പെരുമ്പാവൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. നരഹത്യ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് സിറാജുദ്ദീനെതിരെ ചുമത്തിയിരിക്കുന്നത്. 5ാമത്തെ ഈ പ്രസവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിക്കും അമ്മയ്ക്കും റിസ്ക് കൂടിയൊരു കാര്യമാണ്. അതൊരു മെഡിക്കൽ സപ്പോർട്ടോടു കൂടി ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാമായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കെ അതിന് എല്ലാവിധ മുൻകൈയും എടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് അത് നടത്തിയ അതിൽ പ്രധാനിയായിട്ടുള്ള ഹസ്ബൻഡിന് നമ്മൾ 105 BNS, അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ, അതിൻ്റെ വകുപ്പ് പ്രകാരവും കൂടാതെ ഇതിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഈ ബോഡി തന്നെ പെരുമ്പാവൂർക്ക് കൊണ്ടുപോവുകയും മറ്റ് കാര്യങ്ങളും ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകാൻ സിറാജുദ്ദീനൊപ്പം ചിലരുമുണ്ടായിരുന്നു. ഇവരെ ചോദ്യം ചെയ്യുമെന്നും മലപ്പുറം SP പറഞ്ഞു. അതോടൊപ്പം വീടുകളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഇക്കാര്യം അന്വേഷിക്കും. നിയമപരമായി ഇതിനെ നേരിടാനാണ് പോലീസിന്റെ തീരുമാനം. അശാസ്ത്രീയ പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് സിറാജുദ്ദീൻ. വീട്ടിലെ പ്രസവത്തെ അടക്കം പ്രോത്സാഹിപ്പിക്കാൻ ഇയാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. 60,000-ലേറെ ഫോളോവേഴ്സാണ് ചാനലിനുള്ളത്. ജനം, മലപ്പുറം. CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയെ അറിയില്ലെന്ന് ത്രിപുര മുൻ മുഖ്യമന്ത്രിയും ലോക്സഭാംഗവുമായ ബിപ്ലബ് കുമാർ ദേബ്. അത് ആരാണെന്ന് ഗൂഗിളിൽ തിരയേണ്ട സ്ഥിതിയാണ്.
രാഷ്ട്രീയ പാർട്ടികളുടെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ രാജ്യത്ത് അറിയപ്പെടുന്നവരാകണമെന്നും അദ്ദേഹം പറഞ്ഞു. किंतु लीडरशिप इसको नहीं, लीडरशिप का एक परिचिति होता है, परसेप्शन होता है. पूरे देश में कम्युनिस्ट के कोई ऐसा लीडर आज के नहीं है जिसको पूरा देश पहचानता है. जैसे नरेंद्र भाई मोदी भारतीय जनता पार्टी के पास, अमित भाई शाह है, योगी आदित्यनाथ, इनको लोग जानता है, पहचानता है, कहीं भी खड़ा हो जाए. किंतु अभी जिनको उन्होंने अपने पार्टी के सर्वबृहत पोस्ट में बैठाया है, केरला से है, मैं खुद भी तो उनको नहीं जानता. तो मैं एमपी होने के बाद, मैं पूर्व मुख्यमंत्री होने के बाद नहीं जानता हूँ. जरूर गूगल में चेक करके देखूंगा. हाँ, वो क्वालिफाइड व्यक्ति हो सकता है, पार्टी के लॉयल व्यक्ति हो सकता है, संगठन का व्यक्ति हो सकता है, किंतु इनका परिचिति पूरे देश में नहीं है. CPM തലപ്പത്ത് MA ബേബി എത്തിയതോടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള കേരള ഘടകം MA ബേബിയോട് എങ്ങനെ നിലപാട് തുടരുമെന്ന് കണ്ടറിയണം. വ്യത്യസ്ത നിലപാടുകളുള്ള ബേബിയും സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള ബന്ധം ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളും. MA ബേബി CPMന്റെ തലപ്പത്തെത്തിയ ശേഷം ആദ്യമായി തലസ്ഥാനത്തെത്തിയപ്പോൾ പ്രകടമായ സംസ്ഥാന സെക്രട്ടറിയുടെ കുറവ് തൊട്ട് വരും ദിവസങ്ങൾ വലിയ ചർച്ചയ്ക്ക് ഇടയാകും. ഇതിനിടയിലാണ് ശക്തനായി ബേബിയുടെ അമരത്തേക്കുള്ള വരവ്. ഒരു കാലത്ത് CPMന്റെ ശക്തനായ നേതാവെന്ന് പറയപ്പെട്ട ബേബി പിന്നീട് മുഖ്യമന്ത്രിയാകുമെന്ന് വിശേഷിക്കപ്പെട്ടിടത്ത് നിന്ന് ഇന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ചുമതലയിലേക്കാണ് എത്തിയത്. ഒരിക്കൽ പല ശക്തി കേന്ദ്രങ്ങളും വളർന്നതോടെ ഒതുങ്ങിപ്പോയ ബേബി ഇന്ന് ശക്തനായി തിരികെ എത്തുമ്പോൾ അത് മധുര പ്രതികാരമാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള കേരള ഘടകത്തിൽ ജനറൽ സെക്രട്ടറിയുടെ രൂപത്തിൽ അധികാര കേന്ദ്രം കൂടി വരികയാണ്. വ്യത്യസ്ത നിലപാടുകൾക്ക് മടിക്കാത്ത ബേബിയും സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കും. അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിക്കാത്ത നേതാവാണ് MA ബേബി. ബേബിയുടെ സ്ഥാനലബ്ധിക്ക് പിണറായി വിജയന്റെ പിന്തുണ വലുതാണെങ്കിലും സാങ്കേതികമായി പാർട്ടിയിൽ മുകളിലാണ് MA ബേബി. സംസ്ഥാനത്തെ ഓരോ കാര്യത്തിലും ബേബി ഇടപെടും, നിലപാടും ഉണ്ടാകും. ഭരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണത്തിനായി സംസ്ഥാനം കാതോർക്കും. തിരുത്തലിന്റെ സ്വരം അതിലുണ്ടായാൽ മുഖ്യനത് ക്ഷീണമാകും. മുഖ്യമന്ത്രിയെയും സംസ്ഥാന സെക്രട്ടറിയെയും കൂടാതെ ഒരു ശക്തി കേന്ദ്രം കൂടി ഇവിടെ ഉദയം ചെയ്യുകയാണ്. ഇതോടെ പല രാഷ്ട്രീയ സമവാക്യങ്ങളും CPMൽ ഇനി എഴുതപ്പെട്ടേക്കാം. ജനം, തിരുവനന്തപുരം. പാർട്ടി സമ്മേളനങ്ങളിൽ മത്സരങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി CPI. ഔദ്യോഗിക പാനലിനെതിരെ മത്സരമുണ്ടെങ്കിൽ സമ്മേളനം സസ്പെൻഡ് ചെയ്യും. സംസ്ഥാന നേതൃത്വത്തിനെതിരായ അതൃപ്തി സമ്മേളനങ്ങളിൽ പ്രകടമാകുമെന്ന ആശങ്കയെ തുടർന്നാണ് നീക്കം. CPI സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ലോക്കൽ സമ്മേളനങ്ങൾ നടന്നുവരികയാണ്. ഇതിനിടയിലാണ് പാർട്ടിയിൽ മത്സരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയുള്ള സർക്കുലർ. ജില്ലാ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് പാർട്ടിയിൽ സർക്കുലർ എന്ന പേരിൽ മത്സരത്തിന് വിലക്കേർപ്പെടുത്തിയത്. സമ്മേളനത്തിനിടയിൽ മത്സരത്തിന് തയ്യാറെടുക്കുകയോ മത്സരം നടക്കുകയോ ചെയ്താൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സമ്മേളനം സസ്പെൻഡ് ചെയ്യണം. ശേഷം വീണ്ടും നടത്താൻ അനുവാദം നൽകുകയും വേണം. ഇതാണ് സർക്കുലറിലെ നിർദ്ദേശം. നിലവിൽ കടുത്ത വിഭാഗീയതയിലൂടെയാണ് CPI കടന്നുപോകുന്നത്. സംസ്ഥാന സെക്രട്ടറിക്കും നേതൃത്വത്തിനുമെതിരെ കടുത്ത അതൃപ്തിയാണ് നേതാക്കൾക്കിടയിൽ ഉള്ളത്. മുതിർന്ന നേതാവ് KE ഇസ്മയിലിനെതിരായുള്ള സംഘടനാ നടപടിയിൽ പ്രാദേശിക ഘടകങ്ങൾക്കും അണികൾക്കും ഇടയിൽ കടുത്ത അമർഷമുണ്ട്. സമ്മേളനങ്ങൾ പുരോഗമിക്കും തോറും നേതൃത്വത്തിനെതിരായ വികാരം ഉയർന്നുവരും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് മത്സരത്തിന് തടയിട്ടുകൊണ്ടുള്ള സർക്കുലർ. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ കാനം രാജേന്ദ്രൻ സെക്രട്ടറിയായിരുന്ന കാലത്ത് പല ജില്ലകളിലും എതിർവിഭാഗത്തിനെതിരെ ഔദ്യോഗിക വിഭാഗം മുൻകൈയെടുത്ത് മത്സരങ്ങൾ നടത്തിയിരുന്നു. എതിർത്ത വിഭാഗത്തെ വെട്ടിനിർത്താനായിരുന്നു ഈ മത്സരങ്ങൾ. പക്ഷേ ഇത്തവണ തിരിച്ചടിക്കുമെന്ന ആശങ്ക മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം. സംസ്ഥാന സമ്മേളനം സെപ്റ്റംബറിൽ 8 മുതൽ ആലപ്പുഴയിലാണ്. ഇതിനു മുന്നോടിയായി ഈ മാസം 23 മുതൽ 25 വരെ തിരുവനന്തപുരത്ത് ദേശീയ കൗൺസിലും ചേരും. ജനം, തിരുവനന്തപുരം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ മന്ത്രി K രാധാകൃഷ്ണനെ ED ചോദ്യം ചെയ്യുന്നു. കള്ളപ്പണത്തിന്റെ പങ്ക് സംഭാവനയായി CPM കൈപ്പറ്റിയെന്ന കണ്ടെത്തലിലാണ് ചോദ്യം ചെയ്യൽ. തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ EDയോട് പറയുമെന്ന് K രാധാകൃഷ്ണൻ പ്രതികരിച്ചു. രാവിലെ 11 മണിയോടെയാണ് K രാധാകൃഷ്ണൻ ED ഓഫീസിൽ എത്തിയത്. മുൻപ് 2 തവണ സമൻസ് അയച്ചിരുന്നുവെങ്കിലും ഹാജരായിരുന്നില്ല. എന്താണ് ED ചോദിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. തനിക്കറിയാവുന്ന കാര്യങ്ങൾ വിശദമാക്കും. രേഖകളെല്ലാം നേരത്തെ EDക്ക് കൈമാറിയിട്ടുണ്ടെന്നും K രാധാകൃഷ്ണൻ പ്രതികരിച്ചു. എന്താ ചോദ്യം വരുന്നതെന്ന് അറിയില്ല. വന്നു കഴിഞ്ഞാൽ എനിക്കറിയുന്ന കാര്യങ്ങൾ പറയും. കരുവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാറിന്റെ കാലത്തും അഴിമതികൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലാണ്, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ? അത് ചോദിക്കട്ടെ, അപ്പോൾ പറയാം. അപ്പം നിങ്ങൾ ആദ്യം അഡ്വാൻസ് ആയിട്ട് പറയരുത്. എല്ലാം ഹാജരാക്കി. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ബാങ്കിലെ പാർട്ടി അക്കൗണ്ടുകളിലെ ഇടപാടുകളിൽ CPM ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ.
കരുവന്നൂർ ബാങ്കിൽ CPM-ന് 5 അക്കൗണ്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ കെട്ടിട നിർമ്മാണ ഫണ്ടുകൾക്കായി 5ാമത്തെ അക്കൗണ്ട് തുറന്നത് കെ രാധാകൃഷ്ണൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ്. 2016-2018 കാലത്തായിരുന്നു ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്നത്. മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ AC മൊയ്തീനെയും ജില്ലാ സെക്രട്ടറിയായിരിക്കെ MM വർഗീസിനെയും ED ചോദ്യം ചെയ്തിരുന്നു. ലോണുകൾ അനുവദിക്കാൻ പാർട്ടി രൂപീകരിച്ച സബ് കമ്മിറ്റി പാർലമെന്ററി കമ്മിറ്റികളെക്കുറിച്ചും കെ രാധാകൃഷ്ണനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. ജനം, കൊച്ചി. ആശാസമരത്തെ മന്ത്രി വി ശിവൻകുട്ടിയും കൈയൊഴിഞ്ഞു. സമരത്തിന് സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തുവെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. സമരക്കാർ തന്നെ കാണാൻ വന്നുവെന്നും നിവേദനം സ്വീകരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. കൂടുതലൊന്നും ചെയ്യാനില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. അതേസമയം വേതന വർധനവിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് സമരസമിതിയുടെ പ്രതികരണം. സമരക്കാർ തന്നോട് ചർച്ച ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് വിഷയത്തിൽ ഇടപെടാത്തത് എന്ന് പറഞ്ഞ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ് ഇന്ന് സമരക്കാരെ തള്ളി രംഗത്തെത്തിയത്. സമരസമിതി നേതാക്കൾ ചർച്ചയ്ക്കെത്തിയെന്നും നിവേദനങ്ങൾ നൽകിയെന്നും പറഞ്ഞ മന്ത്രി കൂടുതലൊന്നും ചെയ്യാനില്ലെന്നും ഒരു സർക്കാരിന് വിട്ടുവീഴ്ച ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തുവെന്നും പറഞ്ഞു. അവരുമായി സംസാരിച്ചു, അവർ നൽകിയ നിവേദനം കൈപ്പറ്റി ഒരു ചർച്ച, ഒരു സൗഹാർദ്ദപരമായ ചർച്ചയാണ് നടന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ, അതായത് കഴിഞ്ഞ 5ാമത്തെ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അവതരിപ്പിച്ച പ്രശ്നങ്ങൾ ഞാൻ അവതരിപ്പിച്ചു. അത് വീണ്ടും അവർ ഒന്നുകൂടെ ആലോചിക്കാമെന്ന് പറഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും അധികം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകളാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഏത് ഗവൺമെൻറ് ആയിരുന്നാലും ഇതിനപ്പുറം ഒരു വ്യവസ്ഥ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. മന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ സമരസമിതിയും രംഗത്തെത്തി. വേതന വർധനവിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സമരം തുടരുമെന്നും സമരസമിതി അറിയിച്ചു. എന്തായാലും ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കേരള സമൂഹം ഒന്നടങ്കം ഈ സമരത്തോടൊപ്പം ഉണ്ട്. അത് മതി. കഴിഞ്ഞ ദിവസമൊക്കെ എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചോണ്ട് എന്നിട്ട് ഈ സമരം പരാജയപ്പെട്ട സമരം ഇല്ലാതാക്കാൻ അങ്ങനെയൊന്നും ഉണ്ടാകാം. ഇതൊക്കെ ന്യായമായ സമരങ്ങളാണ്. ഇത് ചരിത്രത്തിൽ സംഭവിച്ചിട്ട് പറ്റത്തുള്ളൂ, അല്ലാതെ ചരിത്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇവർ ഇടതുപക്ഷ നേതാക്കന്മാരാണല്ലോ, ഇവർക്ക് അറിയത്തില്ലേ ചരിത്രത്തിൽ ഇതിലുള്ള തൊഴിലാളി മുന്നേറ്റങ്ങൾ ഏതൊക്കെ ഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്, എങ്ങനെയാണ് ആ സമരങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന്. വലിയ പ്രതീക്ഷയോടെയാണ് ഇന്നലെ സമരസമിതി നേതാക്കൾ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുമായി ചർച്ച നടത്തിയത്. ആ പ്രതീക്ഷകളെല്ലാം നിഷ്പ്രഭമാക്കുന്നതായിരുന്നു മന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം. അതേസമയം രാപ്പകൽ സമരം ഇന്ന് 58ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നിരാഹാര സമരം 20ാം ദിവസത്തിലും. സമരം 2 മാസം പിന്നിടുന്ന സാഹചര്യത്തിൽ വരുന്ന 12ാം തീയതി സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൗരസാഗരം സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് സമരസമിതി. ജനം, തിരുവനന്തപുരം. കണ്ണൂർ കൂത്തുപറമ്പിലെ RSS പ്രവർത്തകൻ പ്രമോദിനെ കൊലപ്പെടുത്തിയ കേസിൽ 10 CPM പ്രവർത്തകരുടെ ശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി. പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പറയും. 2007 ഓഗസ്റ്റ് 16-നാണ് പ്രമോദിനെ CPM-കാർ കൊലപ്പെടുത്തിയത്. ഈ കേസിൽ നേരത്തെ അഡീഷണൽ സെഷൻസ് കോടതി, അതായത് വിചാരണ കോടതി 11 പ്രതികൾക്കും ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചിരുന്നു. ഇതിനെതിരായിട്ട് പ്രതികൾ നൽകിയ അപ്പീലാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. 10 പ്രതികളുടെയും ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചിട്ടുണ്ട്. നേരത്തെ വിചാരണയ്ക്കിടെ ഒരു പ്രതി മരണപ്പെടുകയും ചെയ്തിരുന്നു. നിലവിൽ ഈ 10 പ്രതികളും CPM-കാരായിട്ടുള്ള പ്രവർത്തകരാണ്. ധനേഷ്, ഷാജി, അണ്ണേരി വിപിൻ തുടങ്ങി 10 പേരാണ് പ്രതികൾ. എന്തായാലും നിലവിൽ ഇവരുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ്. ജോലിക്ക് പോകുന്നതിനിടെയാണ് മാരകായുധങ്ങളുമായിട്ട് എത്തിയ CPM പ്രവർത്തകരടങ്ങുന്ന കൊലയാളി സംഘത്തിന്റെ ആക്രമണത്തിന് പ്രമോദും സുഹൃത്തും ഇരയായത്. എന്തായാലും നിലവിൽ ഹൈക്കോടതിയാണ് ഈ 10 പ്രതികളുടെയും അപ്പീൽ തള്ളിക്കൊണ്ട് ശിക്ഷ ശരിവെച്ചിരിക്കുന്നത്. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റുകളുടെ ബലക്ഷയം പഠിക്കാൻ പുതിയ ഏജൻസിയെ ചുമതലപ്പെടുത്തിയെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ഇത് സംബന്ധിച്ച പഠനം കാലിക്കറ്റ് NIT നടത്തുമെന്ന് സർക്കാർ അറിയിച്ചു. പഠനം പൂർത്തിയാക്കുന്നതിന് 2 മാസം സമയം വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. തുടർന്ന് ജൂൺ 5-ന് ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചു. കെട്ടിടത്തിന്റെ പുനർനിർമ്മാണത്തിന് സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അനിൽ അക്കരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ത്യയിലെത്തിയ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി.
സഹകരണം മെച്ചപ്പെടുത്തുന്നതും നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതും ചർച്ചയായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വ്യവസായ പ്രമുഖർ എന്നിവരുമായും ദുബായ് കിരീടാവകാശി കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ദുബായ് കിരീടാവകാശി ഇന്ത്യയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഊഷ്മളമായ വരവേൽപ്പ്, അതോടൊപ്പം നിർണായക വിഷയങ്ങളിന്മേൽ ചർച്ച. ഇനി കൂടിക്കാഴ്ചകൾ ആരെല്ലാമായിട്ടാണ്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രോഹിണി, 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലെത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. കേരളീയ വാദ്യമേളമായ ചെണ്ടമേളത്തോടുകൂടിയായിരുന്നു അദ്ദേഹത്തിന് പ്രത്യേക സ്വീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നിപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ അദ്ദേഹം ഇന്നിപ്പോൾ കാണും. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യാപാര, നിക്ഷേപ, പ്രതിരോധ, നൈപുണ്യശേഷി തുടങ്ങിയ മേഖലകളിൽ ഭാരതവുമായി കൂടുതൽ ബന്ധം ഊഷ്മളപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ദുബായ് നാളെ അദ്ദേഹം മുംബൈയിൽ വ്യവസായ പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് പ്രത്യേക കരാർ സെപ എന്നുള്ള കരാർ സംബന്ധിച്ച്, സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ, അതാണ് സെപ. ആ കരാർ സംബന്ധിച്ച് ഭാരതത്തിലെ വ്യവസായ പ്രമുഖരുമായും ദുബായ് കിരീടാവകാശി ചർച്ച നടത്തും. അദ്ദേഹം പ്രതിരോധ മന്ത്രി കൂടിയാണ്, അതേപോലെ തന്നെ ഉപപ്രധാനമന്ത്രി കൂടിയാണ് ദുബായിയുടെ. അദ്ദേഹത്തിന്റെ ആദ്യ ഭാരത സന്ദർശനമാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം ഭാരതത്തിലെത്തിയത്. പ്രത്യേകിച്ച് ദുബായുമായിട്ടുള്ള ഭാരതത്തിന്റെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഈ സഹകരണം അത് ഭാവിയിലേക്ക് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുമെന്നുള്ളതാണ് വിദേശകാര്യ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. രോഹിണി, ശരി. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ബംഗാളിൽ തീവ്ര ഇസ്ലാമിക സംഘടനകൾ നടത്തുന്ന പ്രതിഷേധം അക്രമാസക്തം. ട്രെയിനിന് കല്ലെറിഞ്ഞും പൊതുമുതൽ നശിപ്പിച്ചുമാണ് പ്രതിഷേധം അരങ്ങേറുന്നത്. വഖഫ് ബില്ലിനെ എതിർത്ത് മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തുന്ന പ്രകോപനപരമായ പ്രസംഗമാണ് കലാപകാരികൾക്ക് പ്രചോദനമെന്ന് BJP വിമർശിച്ചു. ഇപ്പോൾ കെ സുരേന്ദ്രൻ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഓക്കെ, മലപ്പുറത്തെ ചില പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ SNDP നേതൃത്വത്തിനെതിരായി, പ്രത്യേകിച്ചും ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരായി മുസ്ലിം ലീഗും മറ്റ് മുസ്ലിം വർഗീയ സംഘടനകളും നടത്തുന്ന ആക്രമണങ്ങൾ ജനാധിപത്യപരമായി അതിന് മറുപടി പറയുന്നതിന് പകരം വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള ആക്രമണമാണ് വർഗീയ ശക്തികൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരാമർശങ്ങളെല്ലാം അങ്ങേയറ്റം അപലപനീയമാണ്. മ്ലേച്ഛമായ പരാമർശങ്ങളാണ് ലീഗ് നേതാക്കളും PFI പോലുള്ള സംഘടനകളുടെ നേതാക്കന്മാരും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് ഇ ടി മുഹമ്മദ് ബഷീറും വളരെ പ്രകോപനപരമായ ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനെ പോലും അവർ ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ പേര് പരാമർശിക്കാൻ പോലുള്ള യോഗ്യത മുസ്ലിം ലീഗിനില്ല. തികഞ്ഞ വർഗീയ ചിന്താഗതിയാണ് മുസ്ലിം ലീഗിനുള്ളത്. മലപ്പുറത്ത് തികഞ്ഞ ഫാസിസ്റ്റ് നിലപാടാണ് പല കാര്യങ്ങളിലും മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത്. മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് ആചാര്യൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നതിന് പോലും എതിരായിട്ടുള്ള പാർട്ടി മുസ്ലിം ലീഗ് ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്കുകൾ ഉച്ചരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് വേവലാതിപ്പെടുകയാണ്. ഒരർഹതയും മുസ്ലിം ലീഗിന് ആ കാര്യത്തിലില്ല. മുസ്ലിം ലീഗ് തികഞ്ഞ വർഗീയ പാർട്ടിയാണ്. മഹാഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലെല്ലാം മറ്റെല്ലാവരെയും മാറ്റി നിർത്തുന്ന സമീപനമാണ് മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത്. മുസ്ലിം ലീഗിലെ മന്ത്രിമാർ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്ത് കേരളത്തിലെല്ലായിടത്തും
മറ്റ് സമുദായ സംഘടനകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുകയായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പും വ്യവസായ വകുപ്പും സ്ഥാപിത താല്പര്യത്തോടുകൂടി ഒരു സമുദായത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്ക് നോക്കിയാൽ വളരെ വ്യക്തമാണത്. എല്ലാം ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമാണ് സർക്കാർ സംവിധാനം മുഴുവൻ ഉപയോഗിച്ചത്. എന്തായാലും ശ്രീ VS അച്യുതാനന്ദൻ 20 കൊല്ലം മുമ്പ് പറഞ്ഞതൊന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടില്ല. കാതലായ ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത് മതപരമായ സംവരണവും അവർക്ക് വേണം, OBC സംവരണവും അവർക്ക് വേണം എന്നുള്ളതാണ്. അത് ഒരു ശരിയായ സമീപനമല്ല. OBC ജനവിഭാഗങ്ങൾക്ക് കിട്ടേണ്ട സംവരണ ആനുകൂല്യത്തിൽ വലിയൊരു വിഭാഗം അപഹരിക്കപ്പെടുന്നു എന്നുള്ള ആക്ഷേപം ചെറിയ ആക്ഷേപമല്ല. കേരളത്തിൽ വിശദമായ ചർച്ച നടത്തേണ്ട ആക്ഷേപമാണ്. വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും കഴിഞ്ഞ ദിവസം BJP അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഓർമ്മിപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ്. മതപരമായ സംവരണം അനർഹമായി നേടുന്നവർ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് കിട്ടുന്ന സംവരണത്തിൽ കൈകടത്തരുത്. അവരുടെ സംവരണം അപഹരിക്കുന്ന സമീപനമാണ് മുസ്ലിം സമുദായത്തിന് വേണ്ടി ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM-നും അക്കാര്യത്തിൽ സമാനമായ നിലപാടാണുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ വിഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ, സംവരണം നടപ്പാക്കുന്ന കാര്യത്തിൽ വിശദമായ പരിശോധന ആവശ്യമുണ്ട്. കൃത്യമായ ഒരു പരിശോധന നടത്തണം. ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന സംവരണ ആനുകൂല്യം അപഹരിക്കപ്പെടുന്നതിനെക്കുറിച്ച് വിശദമായൊരു പഠനം നടത്താൻ സർക്കാർ തയ്യാറാവട്ടെ. എന്തെല്ലാം കമ്മീഷനുകൾ കേരളത്തിൽ വെച്ചിട്ടുണ്ട്. കേരളത്തിലെ അർഹമായിട്ടുള്ള പിന്നോക്ക ജാതിക്കാർക്ക് ലഭിക്കുന്ന സംവരണ ആനുകൂല്യം ഇപ്പോൾ എവിടെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ട് ഒരു കമ്മീഷനെ വെക്കട്ടെ. ചോദ്യങ്ങളോട് യഥാർത്ഥമായ രീതിയിൽ ജനാധിപത്യപരമായി പ്രതികരിക്കാനാണ് തയ്യാറാവേണ്ടത്. അല്ലാതെ വർഗീയമായ രീതിയിൽ അതിനെ ചേരിതിരിച്ച് വിടാൻ ശ്രമിക്കരുത്. ഈ കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ഒറ്റതിരിഞ്ഞ് വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ഒരു നീക്കവും പ്രോത്സാഹിപ്പിക്കപ്പെടരുത്. ശരിയായ ഈ വിഷയം ചർച്ച ചെയ്യാനാണ് ജനങ്ങൾക്ക് മുമ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവേണ്ടത്. ഈ ജാതി തിരിച്ചുള്ള ഒരു സംവരണം നടത്തിയാൽ മാത്രം, ഒരു സെൻസസ് നടത്തിയാൽ മാത്രമല്ല ഇക്കാര്യം കണ്ടെത്താൻ വേണ്ടി അല്ല, ജാതി സെൻസസ് വേണമെന്ന് ആവശ്യപ്പെടുന്ന പാർട്ടികളോടാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിലെ ഈഴവാദി പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംവരണ ആനുകൂല്യങ്ങളിൽ എത്ര ശതമാനം അപഹരിക്കപ്പെടുന്നുണ്ട് പറയട്ടെ, അവർ കണക്കെടുക്കട്ടെ. OBC ആയിട്ട് മുസ്ലിം സമുദായത്തിൽ OBCക്ക് മലബാർ മാപ്പിള സംവരണം OBC ഇതിനെതിരെയാണ് സുരേന്ദ്രൻ പറയുന്നത്. അങ്ങനെയല്ല, മതപരമായ സംവരണത്തിനെതിരായി രാജ്യം മുഴുവൻ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിൽ കോൺട്രാക്ടർമാർക്ക് പോലും 4% സംവരണം കോൺഗ്രസ് പാർട്ടി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മതപരമായ സംവരണം ഇല്ല, അത് ഭരണഘടനയുടെ മൂല്യങ്ങൾക്കെതിരാണ്. സുപ്രീം കോടതി പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. സംവരണം പിന്നോക്ക ജാതിക്കാർക്കും പട്ടികജാതിക്കാർക്കും വേണ്ടി മാത്രമാണ്. ഇപ്പോൾ OBC കമ്മീഷൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ OBCക്കാർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല. 10% മുന്നോക്ക സംവരണം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നു. കേരളത്തിലെ മുന്നോക്ക ജാതിക്കാർക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യട്ടെ, ഞങ്ങൾ റെഡിയാണ്. ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആശയവിനിമയം നടക്കട്ടെ, ഞങ്ങൾ റെഡിയാണ്. ഈഴവർക്ക് അർഹതപ്പെട്ട ഇത് ലഭിക്കുന്നില്ല എന്നും മുസ്ലിങ്ങൾ സാമൂഹികവും സാമ്പത്തികവുമായി മുന്നോക്കാവസ്ഥയിലാണെന്ന് പറയുമ്പോൾ അത് കണ്ടെത്തുന്നതിനൊരു ജാതി സെൻസസ് അനിവാര്യമല്ലേ? അല്ല, എൻ്റെ ചോദ്യം തിരിച്ചാണ്. രാജ്യവ്യാപകമായി ജാതി സെൻസസ് ആവശ്യപ്പെടുന്നവർ എന്തുകൊണ്ട് ഈ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാനുള്ള ഒരു അന്വേഷണം കേരളത്തിൽ നടത്തുന്നില്ല? രാജ്യവ്യാപകമായി സെൻസസ് നടത്തുന്ന അവിടെ ഇരിക്കട്ടെ. കേരളത്തിൽ എന്തുകൊണ്ട് പിന്നോക്ക ജാതിക്കാർക്ക് ലഭിക്കുന്ന സംവരണാനുകൂല്യം മതന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ അത് അപഹരിക്കുന്നു? ഇത് ചർച്ച ചെയ്യട്ടെ, മാധ്യമങ്ങൾ ചർച്ച ചെയ്യട്ടെ, രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യട്ടെ, അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തട്ടെ, ഒരു കമ്മീഷനെ വെച്ചിട്ട് പരിശോധിക്കട്ടെ. ഇത് കേരളത്തിൽ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തോട് പുറംതിരിഞ്ഞ് നിൽക്കാൻ, പ്രശ്നത്തെ വർഗീയമായിട്ട് കാണുകയല്ല വേണ്ടത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ച ആശയം, BJP പ്രസിഡന്റ് നില ചർച്ച ചെയ്ത വിഷയം കേരള സമൂഹം ചർച്ച ചെയ്യട്ടെ. മതപരമായ സംവരണത്തിൻ്റെ പേര് പറഞ്ഞ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പിന്നോക്ക ജാതിക്കാർക്ക് ലഭിക്കേണ്ട സംവരണ ആനുകൂല്യം അപഹരിക്കപ്പെടുന്നു. അതാണ് പോയിന്റ്. അതിൻ്റെ മേൽ ഡിസ്കഷൻ നടക്കട്ടെ. അതൊരു ചർച്ചാ വിഷയമായിട്ട് കേരളത്തിൽ മാറട്ടെ. ഈ മലപ്പുറത്തെ കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്? അല്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മലപ്പുറം പല കാര്യങ്ങളിലും
കേരളത്തിൻ്റെ മറ്റു ഭാഗത്തുള്ളതുപോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നേരത്തെ തന്നെ ആക്ഷേപമുള്ളതാണ്. നമ്മളിപ്പോൾ ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. പക്ഷേ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും, ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം, ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വാക്സിൻ എടുക്കുന്നില്ല. വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു. ഇവിടെ അതൊരു ചർച്ചാ വിഷയമേ ആവുന്നില്ല. വാക്സിനേഷനെതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ക്യാമ്പയിൻ. ഒരു വീട്ടിൽ ഒരു സ്ത്രീ 5 പ്രസവം വീട്ടിൽ നടത്തി. ഞങ്ങൾ ആദ്യം വിചാരിച്ചു അത് അവരുടെ അറിവില്ലായ്മയാണ്. അങ്ങനെയല്ല, അതിനപ്പുറത്തൊക്കെ വലിയ തോതിലുള്ള അതിൻ്റെ പിന്നിൽ ആൾക്കാരുണ്ട്. അതായത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകരുത്, വാക്സിനേഷൻ പാടില്ല. ഇതൊക്കെ കാണിക്കുന്നത് എങ്ങോട്ടാണ്? ഒരു തരത്തിൽ റാഡിക്കൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ അത്തരം നിഗൂഢ ശക്തികൾ ഈ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ ആരും തയ്യാറില്ലാത്തത് കൊണ്ട് ഇതൊന്നും പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ. ഒറ്റപ്പെട്ട സംഭവമല്ല സാർ. രാമനാട്ടുകര മുതൽ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസക്കാലം ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അതൊന്നും ഞാൻ പറയുന്നില്ല. ഉച്ചക്കഞ്ഞി മുടങ്ങി പല സ്ഥലത്തും വലിയ പ്രക്ഷോഭങ്ങൾ വേണ്ടി വന്നു. നിങ്ങൾ ഡൽഹിയിൽ ഇരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി നൽകുന്ന സാമ്പത്തിക സഹായം എങ്ങനെയാണ് അവർ അത് മുടക്കുന്നത്? രക്ഷാകർതൃ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പല സ്ഥലത്തും യോഗം കൂടി തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ അവിടെ ന്യൂനപക്ഷമായിട്ടുള്ള രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ല. ഇതെല്ലാം പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ കണ്ണടച്ചിരത്താക്കിയതുകൊണ്ട് കാര്യമില്ല. എത്രയോ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കിട്ടുന്നില്ല. അതെന്തൊരു ന്യായമാണ്? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അങ്ങനെ ഒരു ന്യായം എങ്ങനെയാണ്? കുട്ടികളുടെ എല്ലാവർക്കും അറിയുന്ന കാര്യം വീണ്ടും ചോദിക്കുന്നു. ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ അവിടെ എന്തുകൊണ്ടാണ് ഉച്ചക്കഞ്ഞി മുടങ്ങുന്നത്? അപ്പോൾ ലീഗുകാർ പറയുന്നത് ഞങ്ങളല്ല ഇതിൻ്റെ പിന്നിൽ, ഞങ്ങളെ രക്ഷാകർതൃ സമിതിയാണ്. ആരുടെ രക്ഷാകർതൃ സമിതി? അപ്പോൾ നിർബന്ധിച്ചാണ് കടയടപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ആരും നിർബന്ധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ കടകളൊന്നും തുറക്കുന്നില്ല. അത് ശരിയായ ഒരു സമീപനമല്ല. പുരോഗമന പാർട്ടികൾ തന്നെ അതിൽ രംഗത്ത് വന്നിട്ട് അതിനെതിരെയുള്ള സമീപനം എടുക്കണം. വലിയ പുരോഗമനം പ്രസംഗിച്ചാൽ പോരാ. ഈ നേരത്തെ ഉണ്ടായിരുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയൊക്കെയാണ്. ഈ പഠനത്തിനൊരു കമ്മീഷനെ വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ. അല്ലല്ല, എൻ്റെ ചോദ്യം അതാണ്. ഞാനിപ്പോ ചോദ്യം മനസ്സിലായി. രാജ്യത്താകമാനം ജാതി സെൻസസ് നടത്തണമെന്ന് വീറോടെ വാശി പിടിക്കുന്നവർ കേരളത്തിലെ പിന്നോക്ക ജാതിക്കാർക്ക് ലഭിക്കുന്ന സംവരണാനുകൂല്യം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത്ര അതുപോലെ തന്നെ ഗവർണറായിട്ട് വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. അപ്പം കേരളത്തിലും കോടതിയിൽ കേസ് അതിൽ വിഷയം ഞാൻ പ്രതികരിക്കുന്നില്ല. സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നത് വരെ പ്രതികരിക്കാൻ എനിക്ക് സാധിക്കില്ല. In 2019, first notice has gone. After that, 2 times notice has gone. Before Ampurant's release, the notice has gone. So politicizing this, not reality, not the reality. So please tell about English about whatever those things, because BJP നേതാവ് കെ സുരേന്ദ്രൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ മുദ്ര യോജനയുടെ ഗുണഭോക്താക്കളുമായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി പേരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ പദ്ധതിയാണ് മുദ്ര യോജന എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സംരംഭകരാകാൻ സാമ്പത്തിക സഹായം കാത്തിരുന്നവരെ ശാക്തീകരിക്കുന്നതാണ് പദ്ധതിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. മുദ്ര യോജന 10 വർഷം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോർപ്പറേറ്റ് ഇതര കാർഷികേതര ചെറുകിട സംരംഭങ്ങൾക്കായി 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്ന പദ്ധതിയാണ് മുദ്ര യോജന. പദ്ധതിയുടെ വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തിയത്. നിരവധി പേരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ പദ്ധതിയാണ് മുദ്ര യോജനയെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. മുദ്ര യോജന में किसी सरकार के लिए भी ये आंख खोलने वाला विषय है. ये सबसे ज्यादा महिलाएं आगे आई है.
सबसे ज्यादा लोन के लिए अप्लाई करने वाली महिला है, सबसे ज्यादा लोन प्राप्त करने वाली महिला है और सबसे जल्दी റീപേയ്മെന്റ് करने वाली भी महिला है। മുദ്രാ യോജന തങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചുവെന്ന് ഗുണഭോക്താക്കൾ പ്രധാനമന്ത്രിയോട് വിവരിച്ചു. आप दिल्ली पहली बार आई? यस सर। वाह। और मैं फ्लाइट में भी पहली बार बैठी हूँ सर। अच्छा। इतनी गरीबी थी मेरे यहाँ कि मैं अगर एक टाइम खाती थी तो दूसरा बार सोचना पड़ता था, लेकिन सर बहुत हिम्मत जुटाई क्योंकि मैं किसान परिवार से हूँ। आप बिल्कुल स्वस्थ होकर के, क्योंकि मैं किसान परिवार से हूँ तो मुझे बहुत परेशानी का सामना करना पड़ता था। तो मैं अपने हस्बैंड से बात की कि क्यों ना हम लोग कुछ लोन लेकर के कुछ अपना ही बिजनेस शुरू करते हैं। तो मेरे हस्बैंड ने बोला कि हाँ तुम बिल्कुल अच्छे सजेशन दे रही हो, हमें करना चाहिए। तो मेरे हस्बैंड दोस्त वगैरह से बात किए तो उन लोगों ने बताया कि मुद्रा लोन आपके लिए बहुत अच्छा रहेगा, आप करिए। करती क्या है? बेकरी जी। अभी कितना पैसा कमाती हो? सर जो महीने का मेरा टर्नओवर हो रहा है वो 2.5 से 3 लाख रुपए का हो रहा है जी। और कितने लोगों को काम देती हैं? सर हमारे पास 7 से 8 लोगों का പദ്ധതിയുടെ 70% സ്ത്രീകളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. SC/ST OBC വിഭാഗങ്ങളിൽപ്പെടുന്നവരാണ് ഗുണഭോക്താക്കളിൽ ഏറെയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ജനം, ഡൽഹി. കശ്മീരി വിഘടനവാദി ഗ്രൂപ്പായ ഹുറിയത്തിൽ നിന്ന് 3 സംഘടനകൾ കൂടി വേർപിരിഞ്ഞു. ജമ്മു കശ്മീർ പൊളിറ്റിക്കൽ പാർട്ടി, ജമ്മു കശ്മീർ മുസ്ലിം ഡെമോക്രാറ്റിക് ലീഗ്, കശ്മീർ ഫ്രീഡം ഫ്രണ്ട് എന്നീ സംഘടനകളാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത്. കശ്മീർ താഴ്വരയിലെ ജനങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിലുള്ള വിശ്വാസത്തിന്റെ പ്രകടനമാണിതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഐക്യഭാരതം എന്ന പ്രധാനമന്ത്രിയുടെ ദർശനം കൂടുതൽ കരുത്തോടെ മുന്നേറുകയാണെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇതുവരെ 11 സംഘടനകളാണ് വിഘടനവാദം ഉപേക്ഷിച്ച് ഹുറിയത്ത് കോൺഫറൻസിൽ നിന്ന് പുറത്തുവന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ പരമാവധി 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് തമിഴ്നാട് ഗവർണറോട് സുപ്രീംകോടതി. ബില്ലുകൾ വീണ്ടും പാസാക്കി നിയമസഭ തിരിച്ചയച്ചാൽ പരമാവധി 1 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നും തടഞ്ഞുവയ്ക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്താലും 1 മാസത്തിനകം തുടർ നടപടി സ്വീകരിക്കണമെന്നും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാൻ വൈകിയത് ചോദ്യം ചെയ്ത് തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരുടെ ഉത്തരവ്. തിരിച്ചുകയറി ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 860 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 22,440 പോയിന്റിന് മുകളിലാണ് വ്യാപാരം നടക്കുന്നത്. ഇന്നലെ ഇന്ത്യൻ ഓഹരി വിപണി 10 മാസത്തിനിടയിലെ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ ഇടിവ് നേരിട്ടിരുന്നു. ട്രംപിന്റെ തീരുവ നയങ്ങൾക്ക് പിന്നാലെ ലോക വിപണിയിൽ മേൽക്കീഴായി മറിയുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതിനിടെ ക്രൂഡ് ഓയിൽ വിലയും തകർന്നടിഞ്ഞു. ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചൂട് ശക്തമാകുന്നു. അസാധാരണമായി താപനില ഉയർന്നതോടെ ഡൽഹിയിൽ യെല്ലോ അലേർട്ടും രാജസ്ഥാനിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചു. താപനില ഉയരുന്നതിനൊപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വായു ഗുണനിലവാരവും മോശമാകുകയാണ്. ഇന്നു മുതൽ ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ചൂട് വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. താപനിലയിൽ അസാധാരണമായ മാറ്റമാണ് സംഭവിക്കുന്നത്. ചൂട് കടുത്തതോടെ നേത്രരോഗങ്ങളിലും വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. ശരീരത്തിൽ നിന്നും ജലാംശം ധാരാളമായി നഷ്ടപ്പെട്ട് തലകറക്കം, ഛർദി തുടങ്ങിയവയ്ക്ക് ചികിത്സ തേടുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി ഡൽഹിയിലെ ആരോഗ്യ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവരും ഗർഭിണികളും കുട്ടികളും പ്രത്യേക കരുതൽ സ്വീകരിക്കണം. ഏറെ നേരം തുറസായ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ജോലികൾ ഒഴിവാക്കണം. നിർജ്ജലീകരണം തടയുവാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും ആരോഗ്യ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകി. താപനില ഉയരുന്നതിനൊപ്പം ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വായു മലിനീകരണവും വർദ്ധിക്കുകയാണ്. ഇതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും കൂടുന്നതായി മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. രാവിലെ ഒരു 10 മണി കഴിഞ്ഞാൽ ഒരു വൈകിട്ട് 4 മണി വരെ പുറത്തിറങ്ങാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രമാത്രം കഠിനമായ ചൂട് കാറ്റാണ് ഇപ്പോൾ വീശി തുടങ്ങിയിരിക്കുന്നത്. ഇങ്ങനൊരു കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മളെപ്പോലുള്ളവർ റോഡിലിറങ്ങി നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്. ജനം, ഡൽഹി. 16-കാരിയെ പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകന് 187 വർഷം തടവും 9 ലക്ഷം രൂപ പിഴയും. കണ്ണൂർ ആലക്കോട് സ്വദേശി മുഹമ്മദ് റാഫിയെയാണ് തളിപ്പറമ്പ് പോക്സോ കോടതി ശിക്ഷിച്ചത്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി,
രോഹിണി 16-കാരിയെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകനാണ് 187 വർഷം തടവ് കോടതി വിധിച്ചിരിക്കുന്നത്. കണ്ണൂർ ആലക്കോട് സ്വദേശിയായ കക്കാട്ടുവളപ്പിൽ മുഹമ്മദ് റാഫിയെയാണ് തളിപ്പറമ്പ് പോക്സോ കോടതി ശിക്ഷിച്ചത്. മുഹമ്മദ് റാഫി പീഡിപ്പിച്ചത് പഠിപ്പിച്ചിരുന്ന വിദ്യാർത്ഥിനിയെ തന്നെയാണ്. പലവിധ വാഗ്ദാനങ്ങളും നൽകുകയും സ്വർണ്ണമോതിരമടക്കം നൽകി പെൺകുട്ടിയെ സ്വാധീനിച്ചാണ് ഇത്തരത്തിലൊരു ക്രൂര പീഡനത്തിന് റാഫി ഇരയാക്കിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 9,10,000 രൂപ കോടതി ശിക്ഷയോടൊപ്പം, അതായത് തടവ് ശിക്ഷയോടൊപ്പം പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇത്രയും ദീർഘനാളത്തേക്കുള്ള ശിക്ഷ, അതായത് ഇത്രയും വർഷം, കൂടുതൽ വർഷം തടവ് ശിക്ഷ വിധിക്കുന്നതിന് അടുത്ത കാലത്ത് ആദ്യത്തെ സംഭവമാണെന്നൊരു വിലയിരുത്തൽ കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. രോഹിണി. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച കുടിയേറ്റ പാർക്ക് ഉദ്ഘാടനത്തിന് മുൻപേ വിവാദത്തിൽ. ബില്ല് മാറി നൽകാതെ വകുപ്പ് കരാറുകാരനെയും ശില്പിയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. 80 ലക്ഷത്തോളം രൂപയാണ് കരാറുകാരന് കിട്ടാനുള്ളത്. 18 ലക്ഷം രൂപ കിട്ടാനുള്ള ശില്പി രാജാക്കാട് സ്വദേശി ജോമോൻ വലിയ കടക്കണിയിലുമാണ്. ഇടുക്കി ആർച്ച് ഡാമിന് സമീപത്തെ കുന്നൻചെരുവിലാണ് ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രവും അക്കാലഘട്ടത്തിൽ ജനങ്ങൾ നേരിട്ടിരുന്ന പ്രതിസന്ധികളും ശില്പങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പുതുതലമുറയിലേക്കും സഞ്ചാരികളിലേക്കും ഇടുക്കിയുടെ ചരിത്രം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇടുക്കിയുടെ ആദ്യകാലത്തെ സമരനായകന്മാരിൽ പ്രധാനിയായ AKG, ഫാദർ വടക്കൻ എന്നിവർക്കൊപ്പം ഇപ്പോഴും ഇടുക്കിയുടെ ശാപമായ വന്യമൃഗാക്രമണവും പ്രകൃതി ദുരന്തവുമെല്ലാം ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ശില്പിയായ രാജാക്കാട് സ്വദേശിയായ ജോമോന് ഈ ശില്പങ്ങൾ ഉണ്ടാക്കിയത് നഷ്ടങ്ങൾ മാത്രമാണ്. 3 കോടി രൂപയ്ക്കാണ് പണികൾ കരാർ നൽകിയത്. 80 ലക്ഷം രൂപയ്ക്ക് രാജാക്കാട് സ്വദേശിയായ ജോമോൻ ജോർജ് ശില്പങ്ങളും മറ്റും നിർമ്മിച്ചു. എന്നാൽ നിർമ്മാണ തുക പൂർണ്ണമായും ലഭിക്കാതെ വന്നതോടെ വലിയ കടക്കണിയിലാണ് ജോമോൻ ഇപ്പോൾ. ഇതിന്റെ വർക്ക് തീർന്നിട്ട് 1.5 വർഷം മുകളിലായി. എനിക്ക് ഒരു 22 ലക്ഷം രൂപ എടുത്ത് ബാലൻസ് വരാനുണ്ട്. പണിക്കാരുടെ ശമ്പളം കൊടുക്കാനുള്ള പൈസയാണ്. അപ്പോൾ ബാക്കി എമൗണ്ട് അവർക്ക് വേറെ DPPC ഫണ്ട് മാറി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കാതെ വരുന്നത്. ഇപ്പോൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവർ എടുക്കുന്നില്ല. അപ്പോൾ ഞാനൊരു ഫുള്ളായിട്ടൊരു കഷ്ടത്തിലാണ് നിൽക്കുന്നത്. കാരണം വണ്ടി, കാറ് വെക്കേണ്ട വന്നു, വീടും വരെ വെക്കേണ്ട വന്നു. അങ്ങനെ ഇനിയും വർക്കേഴ്സിന് ഫണ്ട് ബാലൻസ് കൊടുക്കാനുണ്ട്. അവർ മാർച്ച് മാസം ക്ലോസ് ആകുന്നതിനിപ്പുറം തരാമെന്നാണ് പറഞ്ഞത്. കണക്ക് ക്ലോസ് ചെയ്യുന്നതിനിപ്പുറം ഫണ്ട് മാറ്റി തരാമെന്നാണ് പറഞ്ഞത്. ഇതുവരെ അതിനെക്കുറിച്ച് ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. പണി പൂർത്തിയാക്കി 2024 ജനുവരിയിൽ വിനോദസഞ്ചാര വകുപ്പിന് പാർക്ക് കൈമാറി. 80 ലക്ഷം രൂപയുടെ ബില്ലും സമർപ്പിച്ചു. പക്ഷേ ബില്ല് മാറി നൽകാൻ വിനോദസഞ്ചാര വകുപ്പ് തയ്യാറായില്ല. പണി പൂർത്തിയാക്കി 1.5 വർഷം കഴിഞ്ഞിട്ടും കുടിയേറ്റ പാർക്ക് തുറന്നു കൊടുക്കുവാൻ പോലും കഴിഞ്ഞിട്ടില്ല. കുന്നിൻ മുകളിൽ പഴമയുടെ ചരിത്രവുമായി പൈതൃക മ്യൂസിയവും കോപ്പി ഷോപ്പും ശില്പങ്ങളുമെല്ലാം ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. സുബിൻ തോമസ്, ജനം, ഇടുക്കി. ഭാസ്കര കാരണവർ കൊലക്കേസ് പ്രതി ഷെറിന് പരോൾ അനുവദിച്ചു. 2 ആഴ്ചത്തെ പരോളാണ് അനുവദിച്ചിരിക്കുന്നത്. സ്വാഭാവിക നടപടിയെന്നാണ് വിഷയത്തിൽ ജയിൽ വകുപ്പിന്റെ പ്രതികരണം. ശിക്ഷ ഇളവ് നൽകി ഷെറിനെ മോചിപ്പിക്കാനുള്ള തീരുമാനം വിവാദമായതിന് പിന്നാലെയാണ് പുതിയ നീക്കം. ശിക്ഷയിളവ് ചെയ്ത് വിട്ടയക്കാനുള്ള ശ്രമം നീളുമെന്നായതോടെയാണ് ഭാസ്കര കാരണവർ കൊലക്കേസിലെ പ്രതി ഷെറിന് വേഗം പരോൾ അനുവദിച്ചുള്ള സർക്കാർ നീക്കം. ശിക്ഷയിളവിന് പിന്നിലെ ഉന്നത സ്വാധീനം പോലെ തന്നെ സർക്കാരിലെ ഉന്നതതല ഇടപെടലിലൂടെയാണ് പരോളും. ഏപ്രിൽ 5 മുതൽ 23 വരെയാണ് പരോള്. 3 ദിവസം യാത്രയ്ക്കും അനുവദിച്ചു. ഇവർക്ക് ഇളവ് നൽകി വിട്ടയക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത് വിവാദമായിരുന്നു. ഒരു മന്ത്രിയുടെ താൽപര്യത്തിലാണ് ശിക്ഷയിളവിന്റെ ഫയൽ നീങ്ങിയെന്നായിരുന്നു ആരോപണം. 14 വർഷത്തെ ശിക്ഷാ കാലയളവിനുള്ളിൽ 500 ദിവസം ഇവർക്ക് പരോൾ നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന കാലത്ത് പരോൾ അനുവദിക്കാൻ നിരോധനമുണ്ടെങ്കിലും ഷെറിന് ആദ്യം 30 ദിവസവും പിന്നീട് ദീർഘിപ്പിച്ച് 30 ദിവസം കൂടി പരോൾ ലഭിച്ചിരുന്നു. ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ഇളവ് ശുപാർശയെന്നായിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ. എന്നാൽ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള മന്ത്രിസഭാ തീരുമാനം വന്നതിന് പിന്നാലെ കണ്ണൂർ ജയിലിലെ സഹതടവുകാരിയെ കയ്യേറ്റം ചെയ്തതിന് പോലീസ് കേസെടുത്തത് ഇവർക്ക് തിരിച്ചടിയായി. ഇവർക്ക് കൂടുതൽ കാലം പരോൾ ലഭിച്ചതിന്റെയും മറ്റ് തടവുകാരുമായി പ്രശ്നമുണ്ടാക്കിയതിന് ജയിൽ മാറ്റേണ്ടി വന്നതിന്റെയും വിശദാംശങ്ങളും പുറത്തു വന്നു. ജയിലിൽ ലഭിക്കുന്ന പ്രത്യേക സൗകര്യങ്ങളും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന പരിഗണനയും വെളിപ്പെടുത്തി സഹതടവുകാരും രംഗത്തെത്തി. ഈ സാഹചര്യത്തിൽ മോചന തീരുമാനം സർക്കാർ തന്നെ നീട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പരോൾ.
ജനം, തിരുവനന്തപുരം. തൃശൂർ ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിഷാമിന് 15 ദിവസത്തെ പരോൾ അനുവദിച്ച ഹൈക്കോടതി. പരോൾ നിഷേധിച്ച സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നിഷാമിന്റെ ഭാര്യ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. പരോൾ നൽകരുതെന്ന സർക്കാരിന്റെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് ഉത്തരവ്. സർക്കാർ വാദം പരോൾ അനുവദിക്കാതിരിക്കാൻ മതിയായ കാരണമല്ലെന്ന് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. ജയിൽ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടും പരോൾ അനുവദിക്കുന്നതിന് കോടതി പരിഗണിച്ചു. പരോളിൽ സർക്കാരിന് യുക്തമായ വ്യവസ്ഥകൾ ചുമത്താമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 11 മാറ്റി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നതെന്നും പ്രതികളായ വിദ്യാർത്ഥിക്ക് ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് കുടുംബവും ആരോപിച്ചിരുന്നു. വിദ്യാർത്ഥികളായ കുറ്റാരോപിതർ 34 ദിവസം തടവിൽ കിടന്നത് ശിക്ഷയായി കണക്കാക്കണം എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. കണ്ണൂർ സർവകലാശാലയ്ക്കെതിരായ കേസിൽ ഹാജരായ അഭിഭാഷകന് സർവകലാശാല ഫണ്ടിൽ നിന്ന് അനുവദിച്ച 4 ലക്ഷം രൂപ അന്നത്തെ വൈസ് ചാൻസലർ തിരിച്ചടച്ചു. ഓഡിറ്റ് പരിശോധനയിൽ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചതോടെയാണ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ പണമടച്ചത്. ഇദ്ദേഹം വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ സർവകലാശാലയെ തന്നെ എതിർകക്ഷിയാക്കി ഫയൽ ചെയ്ത കേസിലാണ് വക്കീൽ ഫീസ് അനുവദിക്കാൻ തീരുമാനിച്ച സിൻഡിക്കേറ്റിന്റെ അസാധാരണ നടപടിയുണ്ടായത്. VC നിയമനത്തിന് പാനൽ നൽകുന്നതിന് പകരം ഒരാളുടെ പേര് മാത്രം ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സാങ്കേതിക സർവകലാശാലയിലെ VC നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഈ വിധി കേരളത്തിലെ എല്ലാ സർവകലാശാലകൾക്കും ബാധകമാണെന്ന് പറഞ്ഞ് കണ്ണൂർ സർവകലാശാല VC ആയിരുന്ന ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനവും ചാൻസലറായ ഗവർണർ റദ്ദാക്കി. ഈ നടപടിക്കെതിരെയാണ് ചാൻസലറെ 1ാം എതിർകക്ഷിയും സംസ്ഥാന സർക്കാരിനെ 2ാം എതിർകക്ഷിയും കണ്ണൂർ സർവകലാശാലയെ 3ാം എതിർകക്ഷിയുമാക്കി ഗോപിനാഥ് രവീന്ദ്രൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. ഇതിനായി വക്കീലിന് നൽകാൻ സിൻഡിക്കേറ്റ് യോഗം 4 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് അസാധാരണ നടപടി സ്വീകരിക്കുകയും ചെയ്തു. 2022-23 ഓഡിറ്റ് റിപ്പോർട്ടിലാണ് തുക നൽകിയത് ക്രമപ്രകാരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയത്. ഇതോടെ തുക മുൻ VC ഗോപിനാഥ് രവീന്ദ്രൻ തിരിച്ചടയ്ക്കുകയായിരുന്നു. ജനം, കണ്ണൂർ. കോഴിക്കോട് തൂണേരിയിൽ വിദ്യാർത്ഥിനി തീകൊളുത്തി മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. മാഹി ഗവൺമെന്റ് കോളേജ് BSc വിദ്യാർത്ഥിനി കാർത്തികയാണ് ഇന്നലെ വൈകുന്നേരം വീട്ടിലെ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്തത്. മൃതദേഹം വടകര ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ്. നാദാപുരം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. പാലക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുണ്ടൂർ സ്വദേശി ആലൻ ജോസഫിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അമ്മ വിജിയും എത്തി. ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വിജി. നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് കയറംകോടത്തെ വസതിയിൽ അലന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. മൈലംപുള്ളി ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ. തേൻ ശേഖരിക്കാൻ പോയ യുവാവിനെ കാണാതായി. പാലക്കാട് കല്ലടിക്കോട് പാലക്കയത്ത് നിന്ന് തേൻ ശേഖരിക്കാൻ പോയ 3 പേരിൽ ഒരാളെ കാണാതായി എന്നാണ് പരാതി. അട്ടപ്പാടി സ്വദേശികളായ 3 പേർ ഇന്നലെ രാത്രിയിലാണ് തേൻ ശേഖരിക്കാൻ പോയത്. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയിറങ്ങി. പുൽപ്പള്ളി വെളുകൊല്ലിയിലാണ് കടുവയെ കണ്ടത്. ജനവാസ മേഖലയ്ക്കടുത്താണ് കടുവയുടെ സാന്നിധ്യം. പ്രദേശവാസിയുടെ മൊബൈൽ ഫോണിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. ഇന്നലെ വൈകിട്ടാണ് സ്ഥലത്ത് കടുവയെ കണ്ടത്. പ്രദേശത്ത് പലയിടങ്ങളിലും കടുവയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ നിരവധി വളർത്തുമൃഗങ്ങളെ കടുവ പിടികൂടിയിരുന്നു. സ്ഥലത്ത് വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. കൊല്ലം പരവൂരിൽ ഉറങ്ങിക്കിടന്ന മകനെ പിതാവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കുറുമണ്ടൽ സ്വദേശി അഭിലാഷിനെയാണ് പിതാവ് രാജേഷ് ആക്രമിച്ചത്. രാജേഷിനെ പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. സ്ഥിരം മദ്യപാനിയായ കോട്ടപ്പുറം സുനി എന്നറിയപ്പെടുന്ന രാജേഷാണ് മകൻ അഭിലാഷിനെ കഴുത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. അഭിലാഷ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. +2 വിദ്യാർത്ഥിയായ അഭിലാഷ് പഠനശേഷം സൈനിക ജോലിക്കായി പരിശീലനം നടത്തി വരികയാണ്. മദ്യപിക്കാൻ പണം ആവശ്യപ്പെട്ട് പിതാവ് രാജേഷ് വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു. വീട് പുതുക്കിപ്പണിയാൻ നഗരസഭ അനുവദിച്ച തുക ഭാര്യയിൽ നിന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രശ്നങ്ങളുണ്ടായത്.
അമ്മയെ മർദ്ദിച്ചത് കണ്ട മകൻ ഇത് തടയുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് പുലർച്ചെ 2 മണിയോടെ രാജേഷ് മകൻ അഭിലാഷിനെ കഴുത്തിൽ വെട്ടിയത്. ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ രാജേഷിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പരവൂർ പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ജനം, കൊല്ലം. ഒരിടവേള കൂടി. ശബരിമലയിൽ ഇന്ന് 7ാം തിരുവുത്സവം. ഉത്സവബലി, പടിപൂജ, മുളപൂജ, ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ. 10ാം തീയതി പള്ളിവേട്ടയും 11ാം തീയതി പമ്പയിൽ ആറാട്ടും നടക്കും. വലിയ തിരക്കില്ലാത്തതിനാൽ തിരുവുത്സവ നാളുകളിൽ എത്തുന്ന ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. ഉത്സവബലിയും ശ്രീഭൂതബലിയും വിളക്കെഴുന്നള്ളിപ്പും കണ്ടു തൊഴുത് നിർവൃതിയിലാണ് ഭക്തർ. ശ്രേഷ്ഠമായ തിരുവുത്സവ ചടങ്ങുകൾക്ക് ശരണം വിളികളുടെ ഭക്തർ സാക്ഷ്യം വഹിക്കുമ്പോൾ സന്നിധാനം ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തുന്നു. കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ഈ ദിവസങ്ങളിൽ കൂടുതലായി എത്തുന്നുണ്ട്. വലിയ തിരക്കില്ലാത്തതിനാൽ സുഗമമായ ദർശനം സാധ്യമായതിന്റെ സന്തോഷത്തിലാണ് ഭക്തർ. അല്ല, ഇതിനു മുമ്പ് വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ വന്നപ്പം നല്ല ദർശനം കാണാൻ പറ്റി, അയ്യപ്പനെ കാണാൻ പറ്റി. ഇന്ന് വൈകിട്ട് 6 ദീപാരാധന, 7 പടിപൂജ, 7:45 മുളപൂജ, 9 മണിക്ക് ശ്രീഭൂതബലി, 9:30 ശ്രീഭൂതബലിയുടെ 4ാമത്തെ പ്രദക്ഷിണത്തിന് ശേഷം വിളക്കെഴുന്നള്ളിപ്പ് തുടങ്ങും. രാത്രി 10 ഹരിവരാസനം പാടി നടയടയ്ക്കും. ജനം, സന്നിധാനം. പൊങ്കാലയ്ക്കൊരുങ്ങി കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. മീനമാസത്തിലെ മകം നാളെയാണ് പൊങ്കാല മഹോത്സവം. ഇതോടെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് സമാപനമാകും. ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിനാണ് ദേവിയുടെ നക്ഷത്രമായ മീനമാസത്തിലെ മകം നാളായ നാളെ സമാപനമാകുന്നത്.
പൊങ്കാല ദിനത്തിൽ രാവിലെ 9:40 ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പൊങ്കാലക്കളത്തിലെ പണ്ടാര അടുപ്പിലേക്ക് തീ പകരും. ഉച്ചയ്ക്ക് 2:15 ദേവിയുടെ ഉടവാൾ പൊങ്കാലക്കളത്തിൽ എഴുന്നള്ളിച്ച് പൊങ്കാല തർപ്പണം നടക്കും. രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം ദേവിയുടെ ഉടവാൾ ഗുരുസിക്കളത്തിൽ എഴുന്നള്ളിച്ച് താന്ത്രിക വിധി പ്രകാരമുള്ള ഗുരുസിയോടുകൂടി ഉത്സവം സമാപിക്കും. ഏപ്രിൽ മാസം 9-ാം തീയതി രാവിലെ 9:40 പണ്ടാരടുപ്പിൽ ക്ഷേത്രതന്ത്രി പുലിയന്നൂർ ഇല്ലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് അഗ്നി പകർന്ന് പൊങ്കാല ആരംഭിക്കുന്നതും ഉച്ചയ്ക്ക് 2:15 ദേവിയുടെ ഉടവാൾ പൊങ്കാലക്കളത്തിൽ എഴുന്നള്ളിച്ച് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പൊങ്കാല തർപ്പണവും നടക്കുന്നതാണ്. ഉത്സവത്തിൻ്റെ 7ാം ഉത്സവ ദിവസം രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ദേവിയുടെ ഉടവാൾ ഗുരുസിക്കളത്തിൽ എഴുന്നള്ളിച്ച് ഗുരുസിയോടുകൂടി ഈ വർഷത്തെ ഉത്സവം സമാപിക്കുന്നതാണ്. ജനം, തിരുവനന്തപുരം. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ വെല്ലുവിളിച്ച് പാലക്കാട് നഗരസഭ. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് നഗരസഭ നമ്പർ നൽകുന്നില്ല എന്ന തെറ്റായ പ്രചരണം നടത്തുന്ന മന്ത്രി ചട്ടങ്ങൾ പാലിച്ച് അപേക്ഷ നൽകിയാൽ 24 മണിക്കൂറിനുള്ളിൽ നമ്പർ നൽകുമെന്ന് പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ E. കൃഷ്ണദാസ് പറഞ്ഞു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ വലിയ ലംഘനമാണ് KSRTC ബസ് സ്റ്റാൻഡിലെന്നും എന്തെങ്കിലും അപകടമുണ്ടായാൽ ഉത്തരവാദി മന്ത്രിയാണെന്നും E. കൃഷ്ണദാസ് ആരോപിച്ചു. ഇന്നലെ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ ശീതീകരിച്ച വിശ്രമമുറി ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ബസ് സ്റ്റാൻഡിലെ ശുചിമുറി ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചപ്പോഴാണ് പാലക്കാട് നഗരസഭ KSRTC ബസ് സ്റ്റാൻഡിന് നമ്പർ നൽകുന്നില്ല എന്ന ആരോപണവുമായി മന്ത്രി രംഗത്തെത്തിയത്. എന്നാൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തെറ്റായ പ്രചാരണമാണ് നടത്തുന്നതെന്ന് നഗരസഭ വൈസ് ചെയർമാൻ E. കൃഷ്ണദാസ് പറഞ്ഞു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചതിനാലാണ് നമ്പർ നൽകാത്തത്. ബസ് സ്റ്റാൻഡിന് ഇതുവരെ ഫയർ NOC ലഭിച്ചിട്ടില്ല. കൂടാതെ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ല എന്നും കക്കൂസ് മാലിന്യം പ്രദേശത്തെ ഹൗസിംഗ് കോളനിയിലേക്കാണ് ഒഴുക്കി വിടുന്നത് എന്നും നിരവധി കടകൾ നിർമ്മിച്ച് ചട്ടങ്ങൾ നഗ്നമായി ലംഘിച്ചിരിക്കുകയാണെന്നും നഗരസഭ വൈസ് ചെയർമാൻ E. കൃഷ്ണദാസ് പറഞ്ഞു. അതിന് ഉത്തരവാദി ഇനി KSRTC നഗരസഭ അല്ല, KSRTC തന്നെയാണ്. അല്ല, അദ്ദേഹം തന്നെ ആയിരിക്കും. നിയമവിരുദ്ധമായി കെട്ടിട നിർമ്മാണം നടത്തി യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളുമില്ലാതെ 5-6 പെട്ടിക്കടകൾ അവിടെ നിരത്തി വെച്ച് ആ പെട്ടിക്കടകളിലൊക്കെ ചായയ്ക്ക് വേണ്ടിയിട്ട് അടുപ്പ് കൂട്ടി ഇതേതെങ്കിലും ഒന്ന് കത്തിയാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മന്ത്രിയായ ശ്രീമാൻ കെ.ബി. ഗണേഷ് കുമാറിനായിരിക്കും. KSRTC ഒക്യുപ്പൻസിക്ക് വേണ്ടി നമ്പർ ഇടാൻ പോലും ആദ്യം തയ്യാറായിരുന്നില്ല. വിവാദമായപ്പോഴാണ് നമ്പർ ഇടാൻ വന്നത്. മന്ത്രിക്ക് ഫയലുകളെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്തതിനാലാണ് തെറ്റായ കാര്യങ്ങൾ പറയുന്നതെന്നും എല്ലാ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും പാലിച്ച് നഗരസഭയിൽ അപേക്ഷ നൽകാൻ മന്ത്രിയെ വെല്ലുവിളിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലെന്ന്. ഇത് എന്താണ് ഫയലെന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഏതെല്ലാം വിധത്തിലാണ് ഇവിടെ നിയമവിരുദ്ധമായി കെട്ടിടം കെട്ടിയിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. KSRTC ഓക്യുപ്പൻസിക്ക് വേണ്ടി നമ്പർ ഇടാൻ വേണ്ടി ആപ്ലിക്കേഷൻ പോലും തന്നിട്ടില്ല. ഇത് വിവാദമായപ്പോഴാണ് ഓടി വന്ന് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ തന്നത്, ഞങ്ങൾക്കൊന്ന് നമ്പർ ഇട്ട് തരണേ. പരിശോധിക്കുമ്പോഴാണ് എല്ലാം നിയമവിരുദ്ധമായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നഗരസഭയ്ക്ക് KSRTCക്ക് നമ്പർ കൊടുക്കാൻ ഒരു വിരോധവുമില്ല. നിയമപ്രകാരം നിയമം പാലിച്ചുകൊണ്ട് ബിൽഡിംഗ് റൂൾ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ കടലാസുകളും കൃത്യമായി തന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം നമ്പർ ഇട്ട് കൊടുക്കാം. ഞാൻ കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. എല്ലാ ബിൽഡിംഗ് റൂൾസും പാലിച്ചുകൊണ്ട് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ തരികയാണെങ്കിൽ 24 മണിക്കൂറിനകം നമ്പർ ഇട്ട് കൊടുക്കാം. ഏതെല്ലാം വിധേനയാണ് നിയമവിരുദ്ധമായി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്ന് അറിയാതെയാണ് മന്ത്രി ഓരോന്നും വിളിച്ചു പറയുന്നതെന്നും
അനധികൃത നിർമ്മാണം നഗരസഭയോട് പൊളിച്ചു നീക്കാൻ പറയുന്ന മന്ത്രി കോടതി ഇത് സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്ന് പോലും അറിയാതെയാണ് വിഡ്ഢിത്തങ്ങൾ പറയുന്നതെന്നും നഗരസഭ വിമർശിച്ചു. ജനം, പാലക്കാട്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.